ിലൂടെ 5-ാമത്തെ ദിനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഒരിക്കൽ കൂടെ ബേഥേൽ കുടുംബത്തോട് ചേർന്ന് അയൽപ്പാൻ തക്കവണ്ണം ദൈവം തന്ന നിയോഗത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേക ഷാജു പാസെ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിച്ച റോബിൻ ബ്രദറിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അതോടൊപ്പം തന്നെ മനോഹരമായ പാട്ടുകൾ പാടി ആത്മീയ സന്തോഷം പകർന്ന കർത്താവ് ആ പ്രിയ സഹോദരനെയും ടീമിനെയും ഒക്കെ ഉപയോഗിച്ചത് ഓർത്ത് എൻ്റെ കർത്താവിന് നന്ദി കരയറ്റുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് 1000 നന്ദി കരയറ്റുന്നു. ഈ സൂമീറ്റിലും അറ്റൻഡ് ചെയ്യുന്ന വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട്, വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ 2020 പ്രാരംഭ സമയം മുതൽ ഒരു 8 മാസം ഒരുമിച്ച് അത് ലോക്ക്ഡൌണിന്റെ ടൈമില് ജർമ്മനിയിലായൽപ്പാട്ട് കൂടെ കർത്താവ് സഹായിച്ചു. ആ സമയത്തൊക്കെ വളരെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വന്നു. അവിടെ ഒക്കെ തകർന്നു പോകാതെ ദൈവത്തിന്റെ കരം ചേർന്നിരിപ്പാൻ തക്കോണം ഇടയാക്കി. അവിടെ വന്നത് മുതലേ ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ ദിവസം പോലുമില്ല. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് ജർമ്മനിയിലെ സഭയെ ഓർക്കുമ്പോൾ അവിടുത്തെ എല്ലാ സഭകളെയും കർത്താവിന്റെ ദാസന്മാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം തരുന്നത് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കാത്ത സമയമില്ല. ദൈവം ഇത്രത്തോളം സഭയെ അനുഗ്രഹിക്കുവാനും വളർത്തുവാനും ഒക്കെ ഇടയാക്കി തീർത്തല്ലോ. ശക്തനായ കർത്താവിന്റെ ദാസനെ അതിന് നേതൃത്വം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആ ദേശത്ത് മുന്നമേ അയച്ചു, തെരഞ്ഞെടുത്തു. ആ ശുശ്രൂഷ തന്റെ പക്കൽ പരമേൽപ്പിക്കുവാൻ ദൈവം ഒരുക്കിയതിനായിട്ട് എൻ്റെ കർത്താവിന് നന്ദി കരയറ്റുന്നു. അവർ ഒരുമിച്ച് കരം കോർത്ത്, ഞാൻ ശുശ്രൂഷ ഒരുമിച്ച് കരം കോർത്ത് ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസി കൂടാണ്. ഏത് വിഷയവും നമ്മുടെ മുമ്പിൽ വന്നാലും അത് ഏറ്റെടുത്ത് മറുപടി കാണുമ്പോഴേയും മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ് ഞാൻ ശുശ്രൂഷ. അത് ഓർത്തും കർത്താവിന് നന്ദി കരയറ്റുന്നു. ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനീഷിനോടും കുടുംബത്തോടും ഒരുമിച്ചും ഇന്ന് രാത്രി അയൽപ്പാട്ട് കൊടമടിയാക്കിയത് ഓർത്ത് എൻ്റെ കർത്താവിന് ഒരിക്കൽ കൂടെ നന്ദി കരയറ്റുന്നു. അവിടെ ഇപ്പോൾ ആയിരിക്കുന്ന സമയം എനിക്കറിയാം. ഇവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് 1:30 കഴിഞ്ഞതേ ഉള്ളൂ. ഈ സമയത്ത് വിവിധ സമയങ്ങളിൽ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. വിവിധ രാജ്യങ്ങളും വിവിധ സമയങ്ങളാണല്ലോ. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ മുഖവരിയൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഞാനൊന്ന് വായിക്കുന്നു. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. കർത്താവിന് ഞങ്ങളെ കുറിച്ചുള്ള ഒരു ഉദ്ദേശമുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ നിന്റെ സമയത്ത് അടുത്ത് വരുമ്പോൾ ഓരോ വ്യക്തികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളും എന്റെ കർത്താവ് നിറവേറ്റണം. ദൈവ കരങ്ങളിൽ ഒരു മാനപാത്രമായി ഉപയോഗിക്കപ്പെടുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് പ്രാർത്ഥന കണ്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ ഒരു സ്തോത്രം ഉറക്കിയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമപ്പെടുവാനാകട്ടെ. നമ്മളെ വായിച്ചു കേട്ടതായ വേദഭാഗം നമുക്ക് എല്ലാവർക്കും നല്ല സുപരിചിതമായിരിക്കുന്ന വേദഭാഗമാണ് വായിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് എങ്ങനെ ഇരിക്കുന്നുവോ ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളായിരിക്കുന്നവരാണ്. കാരണം കർത്താവ് യിരെമ്യാവിനെ വിളിച്ചുകൊണ്ട് കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ നിന്നെ ഒരു കാഴ്ച കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാ യിരെമ്യാവിനെ കുശവന്റെ വീട്ടിലേക്ക് അയക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിഞ്ഞ ചില കാര്യങ്ങളെയാണ് ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിട്ടുള്ളത്. നമുക്കറിയാം, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ
എല്ലാം ഉളവാകട്ടെ ഉളവാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ പ്രവൃത്തി യഹോവയായി ദൈവം ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു. നമുക്കറിയാം 6-ാമത്തെ ദിവസവും ചില പ്രവൃത്തികളൊക്കെ ചെയ്തതിനു ശേഷം യഹോവയായി ദൈവം ഇങ്ങനെ പറയുകയാണ്, നാം ഒരുമിച്ച് മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കരം ഉപയോഗിച്ചുകൊണ്ട് മണ്ണെടുത്ത് കുഴച്ച് മനുഷ്യരൂപ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിനത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ കഴിഞ്ഞ 4 ദിനങ്ങളിലും ശക്തന്മാരായ ദൈവദാസന്മാർ ദൈവത്തിന്റെ വചനം നമ്മളോട് പങ്കുവെക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഈ 5-ാമത്തെ ദിനത്തിലും നമുക്ക് നമ്മളെ ഒന്ന് കാണുവാനുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഉണ്ടാകണം. നമ്മൾ ആരാണ്, ഏത് നിലവാരത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്, ഏത് അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഇന്നൊരാത്മ പരിശോധന ചെയ്തു വേണം നമ്മുടെ ആത്മീക ജീവിതത്തെ മുന്നോട്ട് നയിക്കപ്പെടുവാൻ. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ചു, അവൻ നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ കരം കൊണ്ട് തന്നെ ദൈവം നമ്മളെ സൃഷ്ടിക്കുവാൻ, മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഇടയായിട്ട് മറ്റുള്ളതെല്ലാം ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായെങ്കിൽ ഓർക്കണമേ, മനുഷ്യനെ മാത്രം ദൈവം തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിലും അവരെ കരം കൊണ്ട് സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ടാണല്ലോ യെശയ്യാപ്രവചനം പറഞ്ഞത്, ഇസ്രായേലെ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവരും നിന്നെ നിർമ്മിച്ചവരുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. 130-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിന്റെ 14-ാം വാക്യത്തെങ്കിലും വായിക്കുന്നുണ്ട്, അതിശയവും ഭയങ്കരവുമായി അവൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കാൻ ദൈവത്തിന് സ്തോത്രം കൊടുക്കുവാൻ കഴിയണമെന്ന് ആ വചനത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അങ്ങനെയെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്കും ചിന്തിക്കുവാൻ കഴിയാത്ത നിലയിൽ അതിശയകരമായി സർവശക്തനായ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുക. അതുകൊണ്ട് ഈ യിരെമ്യാ പ്രവാചകനെ എന്റെ കർത്താവ് ആ കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുശവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുന്നതാണ് അവന് കാണുവാൻ കഴിയുന്നത്. എത്ര പേര് ഈ കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുന്നത് നമ്മൾ ഈ കേൾക്കുന്നവർ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടവര് കാണുമായിരിക്കും. എന്നാൽ എന്റെ കണ്ണുകൊണ്ട് പല സന്ദർഭങ്ങളിലും കാണുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ ഇടയായിട്ടുണ്ട്. കാരണം ഞാൻ പാർക്കുന്ന ഞങ്ങളുടെ കലിശ്ശേരിക്ക് അടുത്ത് തന്നെ ഒരു സമൂഹം, അവർ തന്നെ ഈ പാത്രം ഉണ്ടാക്കുന്ന ഒരു സമൂഹമുണ്ട്. പലപ്പോഴും അവിടെ പോകുവാനും ഇതൊക്കെ കാണുവാനും ഒക്കെ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നിട്ടുണ്ട്. എനിക്ക് ആ കൂട്ടത്തിൽ നിന്ന് ഒത്തിരി സ്നേഹിതന്മാരെ ദൈവം തന്നിട്ടുണ്ട്. പലരും ഇന്ന് വിശ്വാസ ജീവിതത്തിൽ വന്നവരാ, പലരും ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ടവരായിട്ടുണ്ട്. ദൈവം ആ ഒരു സമൂഹത്തെ മാനിച്ച് ജാതികമായ അനുഭവത്തിൽ നിന്ന് ദൈവം അവരെ അടർത്തി വേർതിരിച്ച് ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയ അനേക പ്രിയപ്പെട്ടവരവരുണ്ട്. അവരുമായിട്ടൊക്കെ നല്ല സഹകരണം എനിക്ക് നടത്തുവാൻ കൂടെ ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്ക് ഞാൻ അതൊന്നും വിശദീകരിക്കുവാൻ വേണ്ടിയില്ല. ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറ്റപ്പെടുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ കരത്തിൽ നമ്മളെ ഒന്ന് പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിയണം. ഓർക്കണമേ, ഇവിടെ കുശവന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ചക്രത്തിന്മേൽ പണിയുന്ന ഈ കുശവനെയാ കണ്ടത്. നമുക്കറിയ ചക്രം നല്ല സ്പീഡിൽ കറക്കിയെങ്കിൽ മാത്രമേ അവന്റെ ഹൃദയത്തിന്റെ മനോഭാവത്തിന് ഒത്തവണ്ണമുള്ള ഈ പാത്രങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ അത് കഴിയത്തുള്ളൂ. അങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ആഗ്രഹിക്കുന്ന നിലയിൽ അത് കൊണ്ടുവരുവാൻ കഴിയാതിരുന്ന ഒരു പാത്രത്തെയാ യിരെമ്യാവ് കാണുവാൻ കഴിയുന്നത്. അവിടെ ആ പാത്രം അവൻ വീണ്ടും ആ ഷേപ്പ് ഒന്ന് ഉടച്ചു മാറ്റിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് മറ്റൊരു മനോഹരമായ പാത്രമാക്കി അതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാഴ്ച അവനെ കാണുക. അങ്ങനെ ഈ കാഴ്ചയുടെ നടുവിലാണ് യഹോവയായ ദൈവം ഇങ്ങനെ ആ വചനത്തിലൂടെ അവനെ ഓർപ്പിച്ചത്, ഇസ്രായേലേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന്. അങ്ങനെ നമ്മൾ ഓർക്കണം, നമ്മളെല്ലാം എന്റെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഇനി ഇവരുടെ പണിയെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കടമ്പകൾ കടന്നു പോയെങ്കിൽ മാത്രമേ
ഒരു മനോഹരമായ പാത്രം പുറത്തെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുടെ മധ്യത്തിൽ ഒന്ന് പങ്കുവയ്ക്കുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ കുശവൻ ഒരു പാത്രം ഉണ്ടാക്കണമെങ്കിൽ അവർ ഒത്തിരി അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഒരു മനോഹര പാത്രം പുറത്തു കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഈ കുശവനെ യഹോവയായി ദൈവമായിട്ട് ഉപമിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. എന്നാൽ കളിമൺ എന്ന് പറയുന്നത് ജനമാ. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ കരത്തിൽ തന്റെ ജനം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ അതിനെ രൂപാന്തരപ്പെടുത്തി എടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് മതിയാകുന്ന ദൈവമാ. എവിടെങ്കിലും ഒക്കെ തകർന്നു കിടക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പണിയാൻ കഴിയുന്ന എന്റെ കർത്താവിന്റെ കരത്തിൽ ഒന്ന് ഏൽപ്പിക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിയണം. ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു തിരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയത്. കുശവനോട് ചോദിച്ചാൽ അവർ നമ്മുടെ ദേശത്ത് എവിടെ നോക്കിയാലും മണ്ണ് കിട്ടും. മണ്ണ് കിട്ടിയാൽ ആ മണ്ണുകളൊന്നും ഒരു പക്ഷെങ്കിൽ ഈ പാത്രം നിർമ്മിക്കുവാൻ സൃഷ്ടിക്കുവാൻ അത് യോഗ്യമല്ലാത്തതായിരിക്കും. അത് യോഗ്യതയുള്ള മണ്ണ് എത്ര ദൂരത്ത് വേണമെങ്കിലും അവർ പോയിട്ട് ആ മണ്ണ് പരിശോധിച്ച് ഇത് കൊള്ളാമോ എന്ന് നോക്കിയിട്ടാണ് ആ മണ്ണ് അവർ ശേഖരിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ ശേഖരിക്കുന്ന ഒരു മണ്ണുണ്ട്. ആ മണ്ണ് അവർ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ വെക്കുമ്പോൾ അതിന് നമ്മളത് ക്രമീകരിച്ചെടുക്കുവാനുള്ള സമയങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയതായി അവർ ചെലവഴിക്കും. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവൻ ലോക സ്ഥാപനത്തിന് മുമ്പ് അവനിൽ നമ്മെ തെരഞ്ഞെടുത്ത ദൈവമാ. അങ്ങനെയെങ്കിൽ ഒരു നല്ല മാനപാത്രമാക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ ഓർക്കണമേ, ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ കണ്ടതുകൊണ്ട് ഇന്ന് പകലിലും അല്ലെങ്കിൽ ഈ രാത്രിയിലും നമുക്ക് ദൈവവചനത്തിന്റെ മുമ്പാകെ നിൽക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് ഒരുങ്ങി തന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ അനേകം വ്യക്തികൾ അവിടെ ഇവിടെ ഓടി നടക്കുമ്പോൾ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കൂടെ ഓടി നടക്കുമ്പോൾ, ലോകത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അവരുടെ ജീവിതത്തെ വിട്ടുകൊടുത്തിരിക്കുമ്പോൾ, സ്വർഗത്തിന്റെ ദൈവം നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പ് അവർ കണ്ട് തെരഞ്ഞെടുത്തത് കൊണ്ട് ഈ ദൈവ കൃപ നമ്മുടെ ജീവിതത്തിൽ മേൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കി തീർന്നത്. അതുകൊണ്ട് നമ്മുടെ യുവദാസ പ്രാർത്ഥനയുടെ 5ാമത്തെ ദിനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ ആരാണെന്നുള്ളതായ, നമ്മുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതായ ഒരു ഉത്തമ ബോധ്യത്തോടെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്നവര് ആ സെലക്ഷനിൽ ഒരിക്കലും പരാജയപ്പെടുവാൻ ഇടയാകാതെ അവൻ നമ്മളെ നന്നായി പുറത്തു കൊണ്ടുവന്ന് നമ്മളെ സഹായിപ്പാൻ നമ്മുടെ ദൈവം മതിയാകുന്ന കർത്താവാ. നമ്മൾ ഓർക്കണമേ, അവൻ നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പ് അവനിൽ നമ്മെ തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്നു. പൂർണ്ണ ലേഖനം പഠിക്കുന്നുണ്ട്, ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിന്ന് 1-ാമത്തെ വായിക്കുന്നതാണ് ലക്ഷിക്കാൻ ഇടയാകാതെ വേണം, ലക്ഷിച്ചു പോകാൻ ഇടയാകാതെ വേണം. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് സ്വർഗത്തിന്റെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ കുലീനന്മാരെ തലകുനിപ്പിക്കാൻ വേണ്ടി കുലഹീനമായതിനെ ദൈവം തെരഞ്ഞെടുത്തു. ഏതുമില്ലാത്തതിനെ ദൈവം തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ രക്ഷിപ്പാൻ ബലമില്ലാത്തതിനെ ദൈവം തെരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ടതാ. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൽ ഈ ബോധ്യത്തോടെ ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ അത് കഴിയുന്നവങ്കിൽ വിലയുള്ള ഒരു മാനപാത്രമാക്കി സ്വർഗത്തിന് ദൈവം നമ്മളെ നിർത്തുവാൻ തക്കവണ്ണം എന്റെ കട്ട മതിയാകുന്നവനാ. ആ ജർമ്മനിയുടെ പ്രദേശത്ത് നമ്മുടെ രാജ്യത്ത് നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് അവിടെ ആക്കിയിരിക്കുന്നവരിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ രാജ്യത്ത് ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിന് ദൈവം മുന്നമേ നമ്മളെ അവിടെ കൊണ്ടു ചെന്നുവെങ്കിൽ ആ ദൗത്യം എന്താണെന്ന് ഇന്ന് പകലൊന്ന് മനസ്സിലാക്കി, ഈ രാത്രിയിൽ ഒന്ന് മനസ്സിലാക്കി ദൈവ കരങ്ങളിൽ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നവര് എന്നെ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അവിടെ ദൈവം വെളിപ്പെടുത്തുവാനും ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം എന്റെ കട്ട മതിയാകുന്നവനാ. അപ്പോൾ 1ാമത് സെലക്ഷൻ ഏതു നിലയിലുള്ളതാണെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധന ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കഴിയണം. 2 പത്രോസിന്റെ ലേഖനം വായിക്കുന്നുണ്ട്, 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിപ്പി.
അങ്ങനെയെങ്കിൽ ഈ ശ്രമിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിയണം. വിളിയെ കുറിച്ച്, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ദൈവം നമ്മളെ എന്തിനാണ് അത് വിളിച്ചെന്നും തെരഞ്ഞെടുത്തതെന്നും ഒക്കെ ഒരു ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുവാൻ കഴിയുന്നവന്. അടുത്ത 11-ാം വാക്യത്തെ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ കടക്കുവാൻ കഴിയുമെന്ന്, പ്രവേശനം ലഭിക്കും. ഈ എന്തുവാ ഈ ധാരാളമായിട്ടുള്ള പ്രവേശനം? നമ്മളിങ്ങനെ വായിച്ചു വിട്ടു പോകുമ്പോ കർത്താവിന്റെ സന്നിധി നമുക്ക് ചെല്ലാൻ കഴിയും. ഉറപ്പുള്ളവരാണെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലൊക്കെ ദൈവത്തിന്റെ സന്നിധി നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെങ്കിൽ ഈ ധാരാളമായ പ്രവേശനം എന്ന് പറഞ്ഞാൽ എന്തോ? ഒത്തിരി പ്രവേശനം ഉണ്ടോ? കർത്താവിന്റെ വചനം പഠിക്കുന്ന ഉടനെ ഈ ധാരാളമായ പ്രവേശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെയാണ്. ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്ന ഉടനെ, അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ ചുമ്മാ അങ്ങ് കയറി പോകുകയല്ല. ഞാനെന്ന് ഇവിടെ വെച്ച് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ബഹുമാനം എനിക്ക് നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്നവനാണ്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, അനേകരെ നീതിയിലേക്ക് നടത്തുന്നവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന്. എന്നാൽ ചിലരെ കുറിച്ച് പറയുന്നുണ്ട്, അവർ നിത്യലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും എഴുന്നേറ്റ് വരും. ഇവരെല്ലാം അങ്ങ് ചെല്ലുന്നവരാ. പക്ഷെങ്കിൽ ഈ രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. ചിലർ വരുന്നുണ്ട്, അവരെ സ്വീകരിപ്പാൻ ഒരു കൂട്ടർ കാണും. ദൈവദൂതന്മാരും ദൈവിക വിശുദ്ധന്മാരും അനേക കോടി കോടി ആൾക്കാര് നമ്മളെ സ്വീകരിക്കാൻ വരുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ അനുസരിച്ച. അങ്ങനെങ്കിൽ ധാരാളമായ പ്രവേശനം ലഭിക്കുമെന്ന് പറയുമ്പോൾ ഉറപ്പ് പ്രാപിച്ചവർ, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ബോധ്യപ്പെട്ടവർ, ആ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുവാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ ഒരു കാര്യം മറക്കരുത്. ധാരാളമായ പ്രവേശനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ഈ ലോക കാണിക്കാത്ത നിലയിൽ ഒരു വലിയ സ്വീകരണത്തോടെ നമ്മളെ ആ ദൈവ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അത് എത്ര സന്തോഷകരമായ അനുഭവമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവത്തെ പോലെ ക്ഷീണിച്ചു പോകാനല്ല, നിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയുള്ളതാണെന്നുള്ള ബോധ്യത്തോടെ അതിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ നിത്യതയിൽ വലിയ സന്തോഷത്തിന്റെ അനുഭവങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ഒരുക്കുന്ന കർത്താവാണ്. അപ്പൊ ഒന്നാമത് നമ്മുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയുള്ളത്, ദൈവത്തിന്റെ സെലക്ഷൻ അതെങ്ങനെയാണെന്നുള്ള ഒരു ബോധ്യമായിരിക്കണം. ഇനി കുശവനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണ് കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് ചുമ്മാതെടുത്ത് കുഴച്ച് ഒരു പാത്രം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവന്റെ മനോബോധപ്രകാരമുള്ള ഒരു ഷേപ്പ് വരുത്തുന്ന ഒരു അനുഭവമല്ല. രണ്ടാമത് അവൻ ചെയ്ത കാര്യം ഇത് വൃത്തിയാക്കുന്ന ഒരു പരിപാടിയാണ്, ക്ലീനിങ് എന്ന് പറയുന്നത്. ക്ലീൻ ചെയ്തതിനകത്തെ എന്തെങ്കിലും കല്ലുകളോ അത് ഈ കമ്പിന്റെ കഷണങ്ങളോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ പാത്രം ഉണ്ടാക്കുന്ന നന്നാകത്തില്ല, ഇതകത്തിരുന്ന് ദ്രവിച്ചു പോകും. അപ്പോൾ ഇതിന് ഓട്ടകൾ സംഭവിക്കും, അത് യോഗ്യമല്ലാത്ത പാത്രമായി മാറാനേ കഴിയത്തുള്ളൂ. അപ്പോൾ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ നിലയിൽ, വ്യക്തമായ നിലയിൽ, നല്ല നിലയിൽ അത് ക്ലീൻ ചെയ്തതിനു ശേഷമേ പാകപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന്. അപ്പൊ ഒരു പാത്രമായി പുറത്തു വരണമെങ്കിൽ, മനോഹരമായ പാത്രമായി ദൈവത്തിന്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തെ കഴിയണമെങ്കിൽ ഓരോ ദിനവും നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ രക്തത്താൽ ഒന്ന് കഴുകൽ പ്രാപിക്കുവാൻ, അനുദിന ജീവിതത്തിൽ വരുന്ന കുറവുകളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നുവെങ്കിൽ മാത്രമേ ഒരു ശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിയത്തുള്ളൂ. അപ്പോൾ യേശുവിന്റെ രക്തം അതിന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. യേശുവിന്റെ രക്തമാണ് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഓർക്കണമേ, ദൈവവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വസ്തുവിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ, വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാനെ നല്ലൊരു ഉരുപ്പടി കിട്ടുമെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കീടങ്ങളൊക്കെ ഒന്ന് നീക്കിക്കളഞ്ഞ് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമ്പോഴാ ഞാനും നീയും ദൈവത്തിന്റെ കരങ്ങളിലെ നല്ല ഒരു ഉരുപ്പടിയായി മാറുവാൻ തക്കവണ്ണം കഴിയുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു ക്ലീനിങ്ങിന്റെ ഘട്ടമാണ്. നമുക്കറിയാമല്ലോ, ആ ക്ലീനിങ്ങില് നമ്മുടെ ജീവിതത്തിൽ ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ നീക്കിക്കളയുവാൻ കഴിയും. നമുക്കറിയാം, 7 പ്രാവശ്യം ഈ തീച്ചൂളയിൽ കൂടെ
ഈ വെള്ളിയുടെ കഷണത്തെ കടത്തി വിട്ടെങ്കിൽ മാത്രമേ അതിന്റെ കീടങ്ങൾ മാറത്തുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഒത്തിരി വേദനകളും ഭാരങ്ങളും ഒക്കെ ആത്മീക ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓർത്തുകൊണ്ട് ഇത് തകർത്തി കളയാനല്ല, നമ്മളെ നന്നായിട്ടൊന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന് വിലയുള്ള ഒരു ഉരുപ്പടിയാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഒരുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയും, ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ ക്ലീനിങ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ശുദ്ധീകരണം നടക്കേണ്ടത് ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്റെ ദൈവത്തിന് ആവശ്യം. അങ്ങനെയെങ്കിൽ കുശവന്റെ കയ്യിലെ കളുമണ്ണ് പോലെ ഒരു നല്ല മാനപാത്രമാക്കി പുറത്തു വരണമെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ശുദ്ധീകരണം നടക്കുവാൻ നമ്മുടെ ജീവിതത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ക്ലീനിങ് നടക്കുന്നെങ്കിൽ മാത്രമേ അത് ശുദ്ധീകരണം പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, വചനം നമ്മൾ കേൾക്കുമ്പോൾ, വചനത്തിന്റെ ഭാഗം നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ദൈവാത്മാവ് കുറവുകളെ വെളിപ്പെടുത്തുമ്പോൾ ആ കുറവിനോടൊന്ന് വിട പറയാൻ, അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കഴിയണം. അതുകൊണ്ടാ വചനം പറഞ്ഞത്, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവരെ ശുഭം പറയുകയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പൊ നമ്മൾ ഓർക്കണമേ, ഒരു ദിവസം ലംഘനത്തെ ഏറ്റുപറഞ്ഞിട്ട് അടുത്ത ദിവസം അത് തന്നെ ചെയ്യുകയാണെങ്കിൽ ഉപേക്ഷിച്ചിട്ടില്ല, ഉപേക്ഷിക്കുകയാണെങ്കിൽ പിന്നെ അത് തിരിച്ചെടുക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ, ക്ലീൻ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മളൊന്ന് മാറണം. അതുകൊണ്ട് ആ വചനം പറഞ്ഞു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇന്ന് സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും പുതുക്കം ഉണ്ടായിരിക്കണം. ഒന്നും പുതുക്കം, എന്നും കുറവുകളെ കാണുമ്പോൾ അതൊന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, ക്ലീൻ ചെയ്യുവാൻ, അതൊന്ന് കഴുകുവാൻ, യേശുവിന്റെ രക്തം കൊണ്ട് ദിനം തോറും ഒന്ന് കഴുകുവാൻ, ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ. ഈ ഉപവാസ പ്രാർത്ഥന ഏതെങ്കിലും കുറവുകൾ എന്റെ ആത്മിക ജീവിതത്തിന് മുന്നോട്ടുള്ള ഗമനത്തിന്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റുവാൻ തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്റെ കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിനത്തിൽ എന്റെ ജീവിതത്തിൽ അതൊരു കഴുകലായി മാറുവാൻ എന്നെ ഒരുക്കണമെന്ന് ആര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരെ കർത്താവ് കൈവിടുന്നവരല്ല. എന്റെ കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ എന്റെ ദൈവം മതിയാകുന്ന കർത്താവാ. അപ്പൊ നമ്മൾ ഓർക്കണമേ, ഈ കുശവന്റെ കയ്യിലെ കളുമണ്ണ് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നുവെന്ന് യഹോവയായ ദൈവം പറയുമ്പോൾ നമ്മളെല്ലാവരും കരങ്ങളിൽ ഇരിക്കുന്നവരാ ഓരോ ദിനത്തിലും. അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ബോധ്യം വേണം. നമ്മുടെ ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിക്കാനായിട്ട് കഴിയണം. ഇനി അടുത്ത 3-ാമത്തെ ഒരു കാര്യമുണ്ട്, അവൻ രൂപപ്പെടുത്തുന്നവനാ എന്ന് പറയാ, ഷെയ്പ്പ് വരുത്തുന്നവൻ. ഷെയ്പ്പ് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ ഉടയവന്റെ കരത്തിൽ, അവന്റെ മനസ്സിൽ എന്താണോ നമ്മളെ കുറിച്ച് ദൈവം ചിന്തിക്കുന്നത്, ആ കാര്യങ്ങൾ അതുപോലെ കൊണ്ടുവരുന്ന കാര്യമാ നമ്മളെ ഒരു രൂപപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഷെയ്പ്പ് വരുത്തുക. എങ്ങനെ ഷെയ്പ്പ് വരുത്തുന്ന? 3-ാം വാക്യം നമ്മൾ അതിന്റെ 3-4 വാക്യം വായിക്കുന്നു, ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ആ വാക്യം ഞാനത് വായിക്കുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഉടഞ്ഞു പോയ പാത്രത്തെ, ചീത്തയായി പോയ പാത്രത്തെ അവന്റെ മനോബോധപ്രകാരം അവന് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കണമേ, ഏതെങ്കിലും രീതിയിൽ ഉടവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ശരിയായ രീതിയിലുള്ള ഷേപ്പ് വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നല്ല ഒരു കുശവനായിരിക്കുന്ന കർത്താവ് എന്റെ നിന്റെ ചാരത്തുണ്ട്. നീ ഒന്ന് വിധേയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിവനെ നിന്നെ ഒന്ന് ഉടച്ചു വാർത്ത് ഒരു മനോഹര പാത്രമാക്കി വീണ്ടും പുതുതാക്കി കൊണ്ടുവന്ന് എന്നെ നിന്നെ സഹായിപ്പാൻ തക്കവണ്ണം ദൈവം മതിയാകുന്ന കർത്താവാ. നമുക്കറിയാം, ആലയം പണിയാൻ വേണ്ടി വെട്ടുകുഴിയിൽ വെച്ച് തന്നെ വെട്ടുകല്ലിനെ ചെത്തി മിനുക്കി അതിനെ ക്ലിയർ ആക്കിയിട്ട് ആലയത്തിൽ പണിക്ക് വേണ്ടി വെട്ടുകല്ല് കൊണ്ടുവന്നത്. അതുകൊണ്ട് അത് മഴുവിന്റെ ശബ്ദമോ മറ്റുള്ള ഒച്ചകളോ ഒന്നും ആലയം പണിയിൽ
അവിടെ കേൾപ്പാനില്ലായിരുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. അങ്ങനെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന് മേലെ നമ്മളെ ഷേപ്പ് ചെയ്യുമ്പോൾ മറ്റുള്ളതായ ഒച്ചകളോ ഭാരങ്ങളോ വേദനകളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ പരിഭവങ്ങൾ പറയുവാൻ ഇടയാകാതെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടവരുടെ കയ്യില് വിധേയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നവര് നന്നായി അവർ നമ്മളെ ഒരുക്കിയെടുത്ത് ഒരു ഷേപ്പ് വരുത്തുവാൻ എന്റെ ദൈവം മതിയാകുന്നവനാണ്. നമുക്കറിയാം, ഈ ദൈവത്തിന്റെ വചനം പഠിക്കുന്നുണ്ട്, ഏലിയാവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചതുണ്ട്. നമുക്കൊരു വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുകയാണ്. രണ്ട് വിഭാഗം നിൽക്കുക. ഏലിയാവ് ഒറ്റയ്ക്ക് യാഗം കഴിക്കാൻ നിൽക്കുക. നമുക്കറിയാം, ഏലിയാവിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന 850 പ്രവാചകന്മാരാ, ബാലിന്റെ പ്രവാചകന്മാർ. യഹോവയുടെ നാമത്തിൽ നിൽക്കുന്നത് ഏലിയാവ് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് യഹോവയുടെ നാമത്തെ ഉയർത്തുവാൻ ദൈവം അവനെ സഹായിച്ചു. കാരണം യഹോവയുടെ നാമത്തിൽ ഇടിഞ്ഞു കിടന്ന ഈ യാഗപീഠത്തെ ഒന്ന് പണിയുവാനായിട്ട് ഏൽപ്പിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചുകൊണ്ട് ദൈവം ആ യാഗത്തിൽ തീ ഇറക്കിയെങ്കിൽ ഇന്ന് പകൽ ഈ രാത്രി ദൈവത്തിന്റെ പതിലെ ഉപവാസ പ്രാർത്ഥനയിൽ എവിടെങ്കിലും ഇടിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ തീ ഇറങ്ങാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, നിന്റെ വിഷയത്തിന് ഇതുവരെ മറുപടി പ്രാപിക്കാൻ കഴിയാത്ത ഏതെങ്കിലും അവസ്ഥകൾ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തെ നമ്മളെ ഒന്ന് ആകമാനം ഒന്ന് കണ്ടുപിടിച്ച് ദൈവത്തിന് വരെ നമ്മളെ ഒന്ന് ചുറ്റി നടന്നൊന്ന് കണ്ട് എവിടാണ് ഇടിഞ്ഞു കിടക്കുന്നത്, എവിടാണ് തീവെത്ത് കിടക്കുന്നത്, ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇന്ന് രാത്രി ഒന്ന് പണിയപ്പെടുവാനായി, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഷേപ്പ് വരുത്തുവാനായി, ക്രമീകരിക്കപ്പെടുവാനായി നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നുവെങ്കിൽ ദൈവത്തെ വലിയ ഒരിക്കലും പരാജയപ്പെടേണ്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. സ്വർഗത്തിലെ ദൈവം നമ്മളെ പണിത് പുതിയ ഒരു പാത്രമാക്കി അവർ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയാകുന്ന കർത്താവാണ്. ഇന്ന് രാത്രി ആരേൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? എന്നെ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് മേലെ പലപ്പോഴും നമ്മളോട് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവമാണോ? ഇന്ന് രാത്രി കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കഴിയണം. കാരണം അത് കരുതുവാൻ കഴിയുന്നില്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ പറയുന്നു, വല്ലപ്പോഴും അത് ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് പിശാച് എടുത്തു കളയുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തോടെ കേൾക്കപ്പെടുന്ന വചനം അതൊന്ന് ഏറ്റെടുക്കാനായിട്ട് സമർപ്പിക്കുവാൻ കഴിയുന്നവര് നിന്റെ സകല പ്രശ്നങ്ങൾക്കും എന്റെ ദൈവം മറുപടി തരുവാൻ തക്കവണ്ണം എന്റെ കട്ട മതിയാകുന്നവരാ. ഇന്ന് രാത്രി ദൈവത്തോടെ എനിക്കറിയാം ഒത്തിരി പേര് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഈ ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ദൈവത്തോട് ഇവിടെ പങ്കുവയ്ക്കുന്ന കർത്താവിന്റെ ദാസന്മാർ കൂടി കേൾക്കുന്ന വചനങ്ങളൊക്കെ അതുപോലെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിക്കുവാൻ, ആ മാംസപ്പലയിൽ ഒന്ന് തെളിവായി വരയ്ക്കാൻ കഴിയുന്നവര് ദൈവത്തിന് നീ ഏത് സാഹചര്യത്തിൽ കൂടെ അത് കടന്നുപോയാലും അവിടെ ഒന്നും പരാജയപ്പെടുവാനിടയാകാതെ കർത്താവ് നിന്റെ വലം കൈക്ക് പിടിച്ച് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമെന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന കർത്താവാ. എനിക്കറിയാം ഒത്തിരി പേര് ജോലിയുള്ള ബന്ധത്തിൽ ജർമ്മനിയിലുണ്ട്, പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ പോലെ ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ നീ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ കർത്താവിന്റെ കരത്തിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, ഒന്ന് പണിയുവാൻ, നിന്നെ ഒന്ന് ഷേപ്പ് വരുത്തുവാൻ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നവങ്ങനെ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്നെ ഉപയോഗിക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന് നിന്നെ സഹായിപ്പാൻ, ദൈവസഭയ്ക്ക് നീ ഒരു മുതൽക്കൂട്ടായി തീരുവാൻ, ഇന്ന് അനേകർക്ക് നീ ഒരു ആശ്വാസമായി തീരുവാൻ സ്വർഗത്തിന്റെ ദൈവം നിന്നെ ഒരുക്കുന്ന കർത്താവാ. അങ്ങനെ ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അവരെയൊക്കെ കർത്താവ് ശക്തമായ നിലയിൽ ദൈവം ഒരുക്കുവാൻ പോകുക. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ജർമ്മനിയിൽ ഇങ്ങനെ മാത്രമല്ല, ഇനി ഇതിനപ്പുറത്തേക്ക് സ്വർഗത്തിലെ ദൈവം ചില നന്മകൾ, വഴികൾ, ചില കുടുംബങ്ങളെ, ചില സഭകളെ
ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. അതിനാൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് കരം കോർക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ഒരു മനസ്സോടെ ഈ ശുശ്രൂഷയിലൊന്ന് പങ്കാളികളാകുവാൻ സ്വർഗത്തിന്റെ ദൈവം നമ്മളെ ഒരുക്കുമ്പോൾ അതിനുവേണ്ടി ഒന്ന് വിട്ടുകൊടുക്കുവാൻ, ദൈവസനെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാൻ അത് കഴിയുന്നുവെങ്കിൽ ദൈവത്തിന് എന്നെ നിങ്ങളെ ദൈവം ശക്തമായി ആ രാജ്യത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. കർത്താവ് അവർക്ക് പറഞ്ഞിട്ട് ഒരിക്കലും മാറിപ്പോകുന്നവനല്ല. കാരണം വചനം വന്നു, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യങ്ങളെ എന്റെ അടുക്കൽ കൊണ്ടുവരുവി, ഞാനത് നിവർത്തിക്കാമെന്ന്. അങ്ങനെങ്കിൽ നിശ്ചയമായിട്ടും വചനം പറഞ്ഞു, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. ഇന്ന് രാത്രി ഈ ദൈവത്തിന് മേലെ എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാ സംസാരിക്കുമ്പോൾ അതൊന്ന് ഏറ്റെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവം നമ്മളെ മാനിക്കുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് മതിയാകുന്നവനാ. ഓർക്കണമേ, നമ്മുടെ ആരും തനിയെ വന്നവരല്ല, ദൈവത്തിനൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ആ രാജ്യത്ത് നമ്മളെ കൊണ്ടുവന്നാക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തത്. അവിടെ ആയിരിക്കുമ്പോൾ ദൈവഭയത്തോടെ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയും വിശുദ്ധിയോട്, അത് ശുദ്ധീകരണത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവകരങ്ങളിൽ വിധേയപ്പെടുത്തി കൊടുക്കുവാൻ അത് കഴിയുന്നുവെങ്കിൽ നീ പ്രതീക്ഷിക്കുന്നതിനുപരിയായി സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയാകുന്നവനെ കർത്താവാണ്. അങ്ങനെയെങ്കിൽ ഷേപ്പ് വരുത്തിയാൽ മാത്രം പോരായല്ലോ. ഈ കുശുമനെ നമ്മൾ എടുത്ത് പരിശോധിച്ച ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി അവനെടുത്ത് മാറ്റി മാറ്റി അങ്ങ് വെക്കത്ത് ഉള്ളത് മാത്രമല്ല, അവിടെ ഇരുന്നാൽ ഒരു പ്രയോജനം അതിനെ കൊണ്ടില്ല. ഇത് എടുത്തു വെച്ച് അവൻ ഉണങ്ങാനായിട്ട് വെയിലത്ത് കൊണ്ടുവെക്കും. ഉണങ്ങാൻ എന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യാൻ, ട്രൈനിങ്ങിന് വേണ്ടി, ഫ്രൈ ചെയ്യാൻ വേണ്ടി അവിടെ വെക്കും. അപ്പം ഈ വെയിലത്ത് വെച്ച് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വലിഞ്ഞങ്ങ് ഉണങ്ങും. ആ ഉണങ്ങിയ പാത്രം അതുപോലെ എടുത്ത് നമ്മൾ അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ച് പാചകം ചെയ്യാറില്ല. അല്ലെങ്കിൽ നമ്മുടെ ഷോക്കേസിന് അകത്ത് വെക്കുവോ, ഡൈനിങ് ടേബിളിന്റെ മേളിൽ കൊണ്ടുവെക്കുവോ, കാഴ്ചയ്ക്ക് വെക്കുവാനോ അല്ല ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. പിന്നെന്താണെന്ന് ചോദിച്ചാൽ വെയിലത്ത് വെച്ച് ഇത് അല്പസമയം ഒന്ന് ഉണങ്ങുവാൻ ഉള്ള സമയങ്ങൾ അവിടെ ചെലവഴിക്കും. എന്ന് പറഞ്ഞാൽ വിശ്രമത്തിന് വേണ്ടി, വിശ്രമിക്കുവാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഉണങ്ങി കിട്ടുന്നത് വരെ ഇത് ആ വെയിലത്തിരുന്ന് വിശ്രമിക്കുക. ഇതുപോലെ ഒരു ദൈവത്തെ സംബന്ധിച്ചുള്ള ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്പസമയം ഒന്ന് വേർതിരിച്ചിരിക്കാൻ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുവാൻ, ഒന്ന് മുട്ടുമടക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നുവെങ്കിൽ അവിടെ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഇരിക്കാൻ കഴിയുന്നവർ. ചിലപ്പോ വെയിൽ കൊണ്ടേക്കാം, ചിലപ്പോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരെ വന്നേക്കാം, കാറ്റുകൾ അടിച്ചേക്കാം. എന്നാൽ അവിടെ ഒന്ന് തകർന്നു പോകാതെ സൂക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കറിയാം. ഞാന് ഈ 2020 ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലാണ് ഞാൻ ജർമ്മനി വരുന്നത്. ജർമ്മനി വരുന്നോണ്ട് എനിക്ക് അതിശയകരമായ ഒരു കാഴ്ച ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാ. അതിശയകരമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ എന്നെ ജെയ്സിനൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അനീഷിന് വണ്ടിയൊന്നുമില്ല, ജെയ്സിനെ എല്ലായിടത്തും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ജെയ്സിനെ, ജിമ്മി, ഇങ്ങനെയുള്ള സഹോദരന്മാരൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റിയ. ഇങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ റോഡിന്റെ രണ്ട് സൈഡിലേക്ക് ഞങ്ങൾ നോക്കുന്നുണ്ട്. അതിശയമാവുന്നത് നോക്കുമ്പോ എനിക്കറിയത്തില്ല ഈ സംഭവം എന്നാണ്. ഞാൻ ചോദിച്ചു, ഈ മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയോ ചോദിച്ചു. കാരണം ഒറ്റ ഇലയില്ലാത്ത സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ ഓർത്തത് മുഴുവൻ ഈ ഉണക്കൊണ്ടോ ഉണങ്ങിപ്പോയതാണ് ഓർത്തത്. പിന്നെ മനസ്സിലായത് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഉണങ്ങി നിന്ന മരത്തേലൊക്കെ ഈ ഇലയെടുക്കാൻ തുടങ്ങി. ആ ഇലകൾ അങ്ങോട്ട് വളർന്നു കഴിഞ്ഞപ്പോ ഭയങ്കര കളർഫുള്ളായി മാറിയ മനോഹരമായ നിലയില്. അപ്പോ ഈ കോവിഡിന്റെ സമയത്ത് നമുക്കൊരു ഗവൺമെന്റ് തരുന്ന ഒരു നല്ല ഒരു അവധി ഉണ്ടായിരുന്നു. അതിനാ പറയുന്നത് ക്വാറന്റൈൻ, ഇല്ലയോ? ചില ആഴ്ചകളൊക്കെ ക്വാറന്റൈനിൽ ഇരിക്കണം. എവിടെയെങ്കിലും യാത്ര പോയാല് ആരെങ്കിലുമായിട്ട് അത് കോവിഡ് വന്നവരോടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്വാറന്റൈനിൽ ഇരിക്കണം. അങ്ങനെ ക്വാറന്റൈനിൽ ഇരുന്ന പലരും ഉണ്ട്. മാസങ്ങളോളം ഇരുന്നവരുണ്ട്, പല സന്ദർഭങ്ങളിൽ ഇരുന്നവരുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു വിശ്രമത്തിന്റെ സമയം കൂടാ. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ സമയം കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയെങ്കിൽ ഈ ഡ്രൈ ആകാൻ വേണ്ടി ദൈവം നമുക്കൊരു സമയം തരുമ്പോൾ ഒരു പുതിയ ബലം ധരിച്ചുകൊണ്ട് എഴുന്നേക്കാൻ വേണ്ടിയാ കർത്താവ് നമുക്ക് വേർതിരിക്കുക. അപ്പൊ ക്വാറന്റൈൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കോവിഡിന്റെ കാലത്താ ഇത് കൂടുതൽ പ്രസക്തിയായത്. അങ്ങനെയെങ്കിൽ
ദൈവസനായിക്കുന്ന ദൈവത്തിന് മേലെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ ഒന്ന് ക്വാറന്റൈൻ ആയിരിക്കുന്ന പ്രാർത്ഥനയിലേക്ക് സമയമൊന്ന് വേർതിരിക്കാൻ എനിക്ക് നിനക്ക് കഴിയുന്നവങ്ങനെ പുതിയ ബലത്തോടെ, പുത്തൻ ഉണർവോടെ, പുതിയ ശക്തിയോടെ പുറത്തേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒരുക്കുന്ന കർത്താവാ. നമുക്കറിയാമോ, ദൈവത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകാനല്ല, ഭാരപ്പെടുവാനല്ല, വേദനിക്കുവാനല്ല, ഇതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ടാണല്ലോ ഇങ്ങനൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് പരുവപ്പെടുവാനല്ല, പരാതികളൊന്നും പറയാനിടയാകാതെ ദൈവത്തിന്റെ കരത്തിൽ നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുവാൻ അത് കഴിയുമ്പോൾ സ്വർഗത്തിന് ദൈവം പുത്തൻ ബലത്തോടെ നമ്മളെ പുറത്തു കൊണ്ടുവന്ന് നമ്മളെ സഹായിപ്പാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയാകുന്നവരാണ്. അപ്പൊ നമ്മൾ ഓർക്കണമേ, 1 തെരഞ്ഞെടുപ്പ്, 2 ശുദ്ധീകരണം, 3 ഷേപ്പ് വരുത്തല്. ഷേപ്പ് വരുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങാൻ, ഡ്രൈ ആകാനുള്ള സമയം. ഇനി അതിനുശേഷമായിട്ട് വേറെ ഏറ്റവും വലിയൊരു പ്രോസസ്സിംഗ് കൊണ്ട് ഇത് കടന്നു പോകണം. ഈ ഉണങ്ങിയ പാത്രമെല്ലാം എടുത്ത് ഇതിനൊരു ചൂളയുണ്ട്, ആ ചൂളക്കകത്ത് കൊണ്ട് അടുക്കി വെച്ചിട്ട് അടിയിലോട്ട് നല്ല വിറകം മുട്ടും ഒക്കെ ഇട്ടങ്ങോട്ട് തീ കൊടുക്കും. അതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ തീ കൊടുത്ത് ഇഷ്ടിക ചൂളയില് തീ കൊടുക്കുന്ന പോലെ തന്നെ ഈ പാത്രങ്ങളും അടുക്കി വെച്ചിട്ട് തീ കൊടുത്ത് ചില ദിവസങ്ങൾ ആ തീക്കനലിന്റെ അകത്തിരുന്നുകൊണ്ട് ഇത് വെന്ത് പുറത്തു വരണം. ഈ വെന്ത് പുറത്തു വന്നു കഴിയുമ്പോഴത്തേന് ആ പച്ച കളറൊക്കെ, പച്ച മണ്ണിന്റെ കളറൊക്കെ ഒന്ന് മാറി മറ്റൊരു കളറിലേക്ക് വരും. ഇത് പുറത്തെടുത്ത് നമ്മുടെ കരം കൊണ്ടൊന്ന് അതിന്റെ പുറത്തോട്ടൊന്ന് കൊട്ടി നോക്കി കഴിഞ്ഞാൽ നല്ല മണി പോലുള്ള സൗണ്ട് അത് പുറപ്പെടുവിക്കാൻ കഴിയും. നമുക്കറിയാമല്ലോ, തീക്കകത്ത് കയറി കഴിഞ്ഞാൽ ചില വേദനകളുണ്ട്, വേകുന്ന വേദന. ആർക്കും അത് പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ വേണം. പ്രതിസന്ധികളുടെ നടുവില് ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ടെന്നുള്ളത് നീ മറന്നു പോകരുത്. ഒരു ദൈവത്തിന് പരീക്ഷകൾ, പരിശോധനകൾ ജീവിതത്തിൽ നേരെ വെല്ലുവിളിയായി കടന്നു വരുമ്പോൾ ഒരു നല്ല ഉരപ്പടിയായി പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനൊന്ന് വിട്ടുകൊടുക്കാൻ കഴിയുന്നവര് എന്റെ ദൈവം മാനമാത്രമാക്കി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്. നമുക്കറിയാം, എബ്രായ ബാലന്മാരെ തീച്ചൂളയ്ക്കകത്തേക്ക് വലിച്ചെറിയാൻ പോകുകയാണ്. അവരോട് പറഞ്ഞു, രാജാവ് നിർത്തിയ ബിംബത്തെ നിങ്ങളൊന്ന് നമസ്കരിക്കണം. നമസ്കരിച്ച നിങ്ങൾക്കൊരു കുഴപ്പമില്ല, പുറത്തു വരുമെന്ന്. പക്ഷെ അവരറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു, രാജാവേ, ഈ കാര്യം ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ, പക്ഷെ രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയും, ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്ന് ഉറച്ച തീരുമാനത്തോടെ അവർ ദൈവത്തിന്റെ സന്നിധി നിൽക്കുവാൻ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, തീച്ചൂള 7 മടങ്ങ് അതിന്റെ വർദ്ധിപ്പിച്ചിട്ട് ഇവരെ കൊണ്ടുവന്ന തീച്ചൂളയ്ക്കകത്ത് വലിച്ചെറിഞ്ഞു. നമ്മൾ ഓർക്കണമേ, പലപ്പോഴും നമ്മൾ അയ്യോ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇപ്പൊ വിടുതല് കിട്ടിയില്ലല്ലോ എന്ന്. ഇവരുടെ ജീവിതത്തിലും വിടുതല് കിട്ടിയില്ല. അവര് പറഞ്ഞു, അവരുടെ തീരുമാനത്തെ സ്വർഗത്തിന്റെ ദൈവം മാനിക്കുകയായിരുന്നു. നമ്മൾ ഓർക്കണമേ, അതിന്റെ അകത്തിട്ടാലും രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ലെന്ന് പറഞ്ഞു. അവരെ കാലും കൈയും കെട്ടി ഈ തൊയ്ച്ചുളയ്ക്കകത്ത് വലിച്ചെറിഞ്ഞു. നമുക്ക് അറിയാവുന്ന കാര്യമാ, കൊണ്ടുപോയവനൊക്കെ കരിഞ്ഞു പോയപ്പോഴും ഈ ഭക്തന്മാരായിരിക്കുന്ന ഈ ദൈവദാസന്മാർ അകത്ത് ദൈവത്തോടു കൂടെ തുള്ളിച്ചാടുക. രാജാവ് നോക്കുമ്പോ കാണുന്നത് 4-മനായ ഒരുത്തിനെ കാണുന്നുണ്ട്. അവൻ മനുഷ്യനെ പോലെ അല്ല, ദൈവദൂതനെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു. അവരുടെ മുടിക്ക് പോലും ഒരു സംഭവം ഇല്ലാതെ, കരിവരണിയാകാതെ, മണമേശുവരണിയാകാതെ, അവരുടെ വസ്ത്രങ്ങൾ കത്തിപ്പോകുവരണിയാകാതെ ദൈവത്തിന്റെ കരം അവരോട് ചേർന്നിരുന്നത് അവരെ പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ഡ്രൈ നടക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽ ഏത് പ്രതിസന്ധികളായാലും എന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനകത്തൂടെ കടത്തിവിട്ടാലും ഒരിക്കലും ഒരു കേട് സംഭവിക്കുവാനാകാതെ എന്നെ നിന്നെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവ്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും കുശുമന്റെ കയ്യിലെ കളുമണ്ണ് പോലെ ദൈവം നമ്മളെ വഹിക്കുവാൻ, സൂക്ഷിക്കുവാൻ, പണിയുവാൻ നമ്മുടെ ദൈവം മതിയാകുന്ന കർത്താവ്. ആര്
ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പക്ഷെങ്കിൽ മറ്റാരോടും പറയുവാൻ കഴിയാത്ത വേദനയുടെ അനുഭവങ്ങൾ എന്റെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. പ്രതിസന്ധിയിൽ കൂടെ പോകുന്നവർ, ബുദ്ധിമുട്ടിൽ കൂടി പോകുന്നവർ, അത് പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവർ, ജോലിയുള്ള ബന്ധത്തിൽ ഭാരം അനുഭവിക്കുന്നവർ, പഠനത്തോടുള്ള ബന്ധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇന്ന് രാത്രി എന്റെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്ക്. ഏത് പ്രതിസന്ധിയിലും നിന്നെ താങ്ങി നിർത്തുവാൻ, ഒരു പുതിയ പാത്രമാക്കി പുറത്തു കൊണ്ടുവരുവാൻ, ദൈവം നീ പ്രതീക്ഷിക്കാത്ത നിലയിൽ നിന്നെ ഉയർത്തിയെടുക്കുവാൻ എന്റെ ദൈവം മതിയാകുന്ന കർത്താവാ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി അത് നമ്മളെ കണ്ടിട്ട് ഭയപ്പെടുവാനല്ല, ദൈവത്തിന്റെ സന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ ഒരു കാര്യം മറക്കരുതേ, ഈ ലോകമയത്തിൽ നിന്ന് എന്നെ നിന്നെ വേർതിരിച്ചു നിർത്തുന്ന ഒരനുഭവമായി തീച്ചുളയുടെ അനുഭവം. അങ്ങനെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന് മേലെ ദൈവത്തിന്റെ വചനത്തെ നമ്മൾക്ക് കാണുവാൻ കഴിയുമ്പോൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നീ സ്നേഹിക്കരുതേ. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോകത്തെ സ്നേഹിക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രികാലം ലോകത്തോടുള്ള അനുഭവങ്ങൾ വിട പറഞ്ഞിട്ട് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് നിനക്ക് കഴിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും എന്നെ നിന്നെ ഒരു നല്ല മാനപാത്രമായി പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയാകുന്ന കർത്താവ. ഇനി പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ 6ാമത്തെ പോയിന്റ്, ദൈവം നമ്മളെ യൂസ് ചെയ്യണം, ഉപയോഗിക്കുവാൻ കഴിയണം. ഞാൻ നിങ്ങളും അതിനായി സമർപ്പിക്കപ്പെടാൻ കഴിയുന്നുവെങ്കിൽ, ഒരു വ്യക്തിയോട് യേശുവിനെ കുറിച്ചൊന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ, ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുവെങ്കിൽ, ദൈവത്തിന് മേലെ എന്റെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയാകുന്നവനാ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പതിലെ ഈ കടമകളിൽ കൂടെ കർത്താവ് നമ്മളെ കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ എന്റെ കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. നമ്മൾ ഓർക്കണം, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഞാനും നീയും സേവിക്കുന്ന എന്റെ കർത്താവിനെ ഉയർത്തി കാണിക്കണം. നാം പ്രയോജനമുള്ളവരായി തീരുവാൻ കഴിയണം. ദൈവത്തിന് 30, 60, 100 പേര് ഫലമുണ്ടാക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. കർത്താവിനെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് അവൻ മാറിപ്പോകുന്നവനല്ല. ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ തീർത്ത് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കഴിയണം. ഇന്ന് രാത്രി അതിനായി ആര് സമർപ്പിക്കും? എനിക്കറിയാം, ജർമ്മനിയിലുള്ള എന്റെ പ്രിയപ്പെട്ടവരൊക്കെ എന്റെ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവരാ. ആർക്കെങ്കിലും അതിന് കഴിയാതുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടെ വേണം ഈ ഉപവാസം പ്രാർത്ഥിക്കുന്നത് എഴുന്നേൽക്കുവാൻ. കർത്താവേ, ഞാൻ എന്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ, എന്റെ ജീവിതത്തെ ഞാൻ കർത്താവിന് വേണ്ടി വിട്ടുതരുന്നു എന്ന് പറയുവാൻ, എന്നെ കുറിച്ച് എന്താണോ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നവേ അത് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുമെന്നുള്ള തീരുമാനത്തോടെ ദൈവദാസന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തെ വരെ എന്നെ നിന്നെ മാനിക്കുന്ന ദൈവമുണ്ട്. കർത്താവിന്റെ വചനങ്ങൾ പറയുന്നുണ്ട്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. യഹോവ എന്റെ ഇടയനാകുന്നു. ഇന്ന് രാത്രി യഹോവ നമ്മുടെ ഇടയനാകുമ്പോൾ യഹോവയെ നമ്മളൊന്ന് പിൻപറ്റാൻ കഴിയണം. നമ്മുടെ നന്മയല്ല മുന്നേ പോകേണ്ടത്. ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ കർത്താവ് പോകണം. കർത്താവിന്റെ പുറകെ പോയാൽ നമുക്ക് വരേണ്ടതൊക്കെ തന്നോളും. നമ്മൾ പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിക്കാൻ കഴിയും. നമുക്കൊരു നല്ല ജോലി വേണമെങ്കിൽ കർത്താവ് തന്നെ തുറക്കും. അറിയാത്ത വഴികൾ തുറക്കുന്നവനാ. അറിയാത്ത വഴികൾ നിനക്ക് വേണ്ടി തുറന്നു തരുന്നവനാ. ചില നന്മകൾ ഒരുക്കി തരുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാ. ഇന്ന് രാത്രി നന്മയുടെ പുറകെ പോകാനല്ല, എന്റെ കർത്താവിന്റെ പുറകെ കർത്താവ് പറയുന്ന പോലെ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ മേൽ അനുഭവിപ്പാൻ നമ്മുടെ കർത്താവ് ഒരുക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഈ ലോകത്തിന്റെ സംഭവങ്ങൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ലോക സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക.
ഇന്ന് രാത്രി നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞാൽ കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിന്റെ വചനം ഇത് വേഗത്തിൽ സംഭവിക്കാൻ പോയ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രതിഫലം വീതിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. കൊരിന്ത്യർ ലേഖനം പറയുന്നുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇന്ന് ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ചെന്ന് നിൽക്കുമ്പോ എനിക്ക് പകരം എന്റെ ഭാര്യ നിൽക്കട്ടെ എന്ന് പറയാൻ കഴിയത്തില്ല, ഭാര്യ ഭർത്താവ് നിൽക്കട്ടെ എന്ന് പറയാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ മക്കൾ അപ്പനും അമ്മയും നിൽക്കട്ടെ എന്ന് പറയാൻ കഴിയത്തില്ല. അവൻ അങ്ങനെങ്കിൽ ജർമ്മനിയിലായിരിക്കുമ്പോഴും ഇന്ത്യയിലായിരിക്കുമ്പോഴും അമേരിക്കയിലായിരിക്കുമ്പോഴും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കുമ്പോഴും നമ്മളെ തന്നെ ഒന്ന് കാണാൻ കഴിയണം. ഞാൻ ആരാണ്? ദൈവം എന്നെ തെരഞ്ഞെടുത്തു, എന്നെ ശുദ്ധീകരിച്ചു, എന്നെ ഷേപ്പ് ചെയ്തു, ദൈവത്തിന്റെ കരങ്ങൾ എന്നെ ഉപയോഗിച്ചു, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ എന്നെ തെരഞ്ഞെടുത്തു. അത് കർത്താവിന് വേണ്ടി എന്ത് പ്രയോജനപ്പെടാൻ എനിക്ക് കഴിഞ്ഞുവെന്നുള്ള ആ തീരുമാനത്തോടെ ഇന്ന് രാത്രി നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിക്കുക. വെളിപ്പാട് പുസ്തകം പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എന്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി ആരേൽപ്പിക്കുന്നു? ദൈവത്തിന് വരെ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിരിക്കുക. എന്നെ നിന്നെ പണിയുവാൻ എന്റെ ദൈവം മതിയാകുന്നവനാ, ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ എന്റെ കർത്താവിന് ആവശ്യം. ഇന്ന് രാത്രി വചനം കേട്ടിട്ട് പോകുന്നവനെ അല്ല, കേട്ടത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നുവെന്ന് ദൈവസനി നിറഞ്ഞ ഹൃദയത്തോടെ നല്ല മനസ്സോടെ ഒന്ന് വിട്ടുകൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ എന്റെ കർത്താവ് നിന്റെ വിഷയത്തിന്മേലെല്ലാം മറുപടി തന്നെ നിന്നെ പണിയുവാൻ എന്റെ കർത്താവ് മതിയാകുന്നവനാ. ആ ദൈവകരങ്ങളിൽ നമ്മളെ ഒന്ന് സമ്പൂർണമായി സമർപ്പിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസനോടും ബേഥേൽ കുടുംബത്തോടുമുള്ള എല്ലാ നന്ദി കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.